श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। वनयात्रा। राघवं तातगेहं प्रवेशिचुडन् व्याकुलहीनं वणङ्गियरुळ्चेदु കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലുമമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങളുപേക്ഷിച്ചു രാഘവനും വന്യക്ഷീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാവൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിന. എന്നതു കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം.
ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകന്നേവരൂ. യുദ്ധം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗ്യം വ്രതമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. യുദ്ധമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്രാ ഹാരമാ സൗമിത്രേ ജനകജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗ മമ പ്രാണസമാനാ മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോളരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർന്നടത്തിയിടിനാൻ. ഭൂപനും നിൽക്കുനിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു. നിശ്ചലമായിതു ലോകവുമന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ തിഷ്ഠ പ്രഭോ രാമദയാനിധേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടു
മന്നവൻ താനും ചിരം വിലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം. എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യതന്നോടും. ശ്രീരാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ. പൗരജനത്തിൽ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാലയക്കയുമില്ലിവർ കാര്യത്തിലും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു. ബോധമില്ലിപ്പോളിനിയുണരും മുൻപേ പോക നാം ഇപ്പോഴേ കൂട്ടുകത്തേരെന്ന്. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനകതനൂജയും തെരിലേറിടിനാരേതുമറിഞ്ഞീല പൗരജനങ്ങളന്നേരം. സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടഥ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടങ്ങ പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങളുണർന്നു നോക്കും നേരം കണ്ടീല രാമനേ എന്നു കരഞ്ഞതികുണ്ഠിതന്മാരായി പുരിപുക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനൂദിനം. പുത്രമിത്രാദികളോടുമിടചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചിടിനാരേവരും. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും
മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവീടിനാൻ ദാശരഥിയും വിദേഹതനൂജയും ശിംശപാമൂലേ സുഖേന വാണീടിനാൻ. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം, മുഖത്ത് യാതൊരു വിധത്തിലുള്ള സങ്കടവും കാണിക്കാതെ ഒരു വ്യാകുലവും ഇല്ലാത്തവനെ പോലെ വണങ്ങി ഇപ്രകാരം അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട്, ആദ്യം കൈകേയിയോട് പറഞ്ഞു, ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. ദേവിക്ക് എന്തെങ്കിലും, അമ്മയ്ക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കുക. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്ന് ഒട്ടും വിഷമമില്ലാതെ പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇനി അച്ഛൻ്റെ ആ ഒരു ആജ്ഞയും കൂടെ കിട്ടിയാൽ മതി. ഇത് കേട്ടതും ഇഷ്ടവാക്യം കേട്ടു. കാരണം കൈകേയിക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം രാമൻ വാക്ക് മാറ്റുമോ? അപ്പൊ രാമൻ വാക്ക് മാറ്റിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ശ്രീരാമചന്ദ്രൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ, അതാണ് ഇഷ്ടവാക്യം. താൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഇഷ്ടവാക്യം കേട്ട് കൈകേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. സസംഭ്രമം, തിരക്കായി എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞയക്കാൻ വേണ്ടി എല്ലാം കരുതി വച്ചിരുന്നു. അങ്ങനെ ശ്രീരാമനും മൈഥിലിക്കും അനുജനും സീതാദേവിക്കും അനുജനും ലക്ഷ്മണനുമൊക്കെ ചീരങ്ങൾ, മരവുരി വെവ്വേറെ നൽകിനാൾ അമ്മയും. കൈകേയി 3 പേർക്കും മരവുരി കൊടുക്കുകയാണ്. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച്, തൻ്റെ ആ ഒരു ആടയാഭരണങ്ങളും എല്ലാ വസ്ത്രങ്ങളും ഉപേക്ഷിച്ച് രാഘവൻ വന്യചീരങ്ങൾ, ആ വനത്തിൽ സന്യാസിമാർ ഉപയോഗിക്കുന്ന മരവുരി പരിഗ്രഹിച്ചിടിനാൻ, സ്വീകരിച്ചു. പുഷ്കരലോചന അനുജ്ഞയ, താമരക്കണ്ണനായിട്ടുള്ള രാമന്റെ ആ ഒരു ആജ്ഞയാൽ, ആജ്ഞ എന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന നിർദ്ദേശത്താൽ, വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ അതു നേരം. അപ്പോ ജ്യേഷ്ഠന്റെ ആ ഒരു ആജ്ഞ കിട്ടിയ സമയത്ത്, ആ ഒരു അനുവാദം കിട്ടിയ സമയത്ത് ലക്ഷ്മണനും ആ വൽക്കലം ഉടുത്തു. എന്നാൽ ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ, ഇത് ഉടുക്കണോ വേണ്ടയോ എന്ന ഒരു ആകുലാൽ ലക്ഷ്മി ദേവിയായിട്ടുള്ള ജാനകി ദേവി പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി, പക്ഷം എന്നാൽ ആ ഒരു മനോഗതം, രാമന്റെ മനോഗതം എന്താണ് എന്ന് അറിവാനായിട്ട് തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം, തൻ്റെ ഭർത്താവിൻ്റെ ആ മുഖത്തേക്കൊന്ന് ഗൂഢമായി നോക്കിനാൾ. എന്തിനാണ്? എങ്ങനെ ഞാനിത് ഗാഠം ഉടുക്കുന്നതെന്നുള്ള ചിന്തയാ. ഞാനിതെങ്ങനെയാ ഉടുക്കുക, അറിയില്ല എങ്ങനെയാ ഉടുക്കേണ്ടതെന്ന്. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന ഒരു അങ്കലാപ്പിൽ ഭർത്താവിനെ നോക്കി. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ, ഏതൊരാളിൻ്റെയും ഇംഗിതം അവരുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഭഗവാനാകട്ടെ തഥാ വാങ്ങി പരുഷമാം വൽക്കലം, പരുപരുത്ത ആ വൽക്കലം ദിവ്യാംബര ഉപരി, സീതാദേവി ധരിച്ച ആ ദിവ്യമായ വസ്ത്രത്തിന്റെ മുകളിൽ വേഷ്ടിച്ചു, അവിടെ അങ്ങനെ അണിയിച്ചു കൊടുത്തു. സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ, അങ്ങനെ ബഹുമാന്യരായിട്ട് എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട് മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടും അങ്ങനെ നിൽക്കുകയാണ് എന്നത് കണ്ടൊരു രാജതാരങ്ങളും അവിടെയുള്ള രാജാവിൻ്റെ മറ്റ് ഭാര്യമാരൊക്കെ അന്യരായുള്ള ജനങ്ങളും ഒക്കെ എല്ലാവരും ഇങ്ങനെ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ട്
നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. അവരൊക്കെ കരയുന്നത് കണ്ടിട്ട് പോലും മനസ്സിളകാതെ നിന്ന ആ കൈകേയിയോട് വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു. ദേഷ്യം വന്നിട്ട് അവരെ നന്നായിട്ട് വഴക്ക് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, താപേന ചൊല്ലിനാൻ, സങ്കടത്തോടെ ചോദിച്ചു, എന്തിത് തോന്നുവാൻ, നിനക്കിതെങ്ങനെ തോന്നുന്നു? ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. എന്തൊക്കെയാ വിളിക്കുന്നത്. അപ്പോ അത്രയും ആ സങ്കടവും ദേഷ്യവും ഒക്കെ അങ്ങോട്ട് വന്നിട്ടാണ് വസിഷ്ഠ മഹാമുനിക്ക് ആ ഒരു നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ അദ്ദേഹം അവരെ വഴക്ക് പറയുകയാണ്. രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ രാമൻ വനത്തിന് പോകണം എന്നല്ലേ, ആ വരമല്ലേ നീ വരിച്ചത്? അങ്ങനെയുള്ള നിനക്ക് ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയത് എന്തൊരു കാരണം? നിനക്ക് എന്ത് അധികാരം സീതാദേവിക്ക് വൽക്കലം കൊടുക്കുവാൻ? അത് അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്തോളും, അതിന് നിനക്ക് അധികാരമില്ല. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിതഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. ഈ ഞാൻ പറയുന്നു, സീതാദേവി വൽക്കലം ധരിക്കേണ്ടതില്ല. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പതിവ്രത ഒരു ധർമ്മം അനുഷ്ഠിക്കാനാണ് പോകുന്നത്. അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ട് പോയാൽ മതി. ദിവ്യാംബരത്തോടെ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ആ നല്ല വസ്ത്രത്തോടുകൂടെ തന്നെ അനുഗമിച്ചിടട്ടെ. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം. അപ്പൊ ഇവിടെ വൽക്കലം ധരിച്ച് സന്യാസിമാരെ പോലെ ആവുക എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒരു ബ്രഹ്മചര്യ ജീവിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വസിഷ്ഠ മഹാമുനി പറയുകയാണ്, അതല്ല, കാട്ടിലും അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ തന്നെ ജീവിക്കണം. തൻ്റെ ഭർത്താവിനെ എല്ലാ രീതിയിലും സന്തോഷിപ്പിച്ചുകൊണ്ട് ദേവി ജീവിക്കണം. അല്ലാതെ ഒരു സന്യാസിനിയെ പോലെ ദേവി പോവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭർത്തൃ ശുശ്രൂഷയും ചെയ്ത് പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേ വരൂ. ഭർത്തൃ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ചിത്തശുദ്ധിയോടുകൂടെ അങ്ങനെ വസിച്ചാൽ മതി. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. തൻ്റെ മന്ത്രിയായ സുമന്ത്രരെ വന്ദിച്ചുകൊണ്ട് ദശരഥൻ ഇപ്രകാരം പറഞ്ഞു. രാജയോഗ്യം, ഒരു രാജാവിന് യോജിച്ച രീതിയിലുള്ള രഥം ആശുവരുത്തുക, പെട്ടെന്ന് വരുത്തുക. രാജീവനേത്ര പ്രയാണായ, താമരക്കണ്ണനായിട്ടുള്ള ആ രാമന്റെ പ്രയാണത്തിനായിട്ട് സത്വരം വളരെ പെട്ടെന്ന്. ഇത്തം ഉക്തുവ, ഇപ്രകാരം പറഞ്ഞിട്ട് രാമവക്ത്ര അംബുജം പാർത്ത്, രാമന്റെ ആ മുഖം നോക്കിക്കൊണ്ട് പുത്രാഹ രാമ സൗമിത്രേ ജനകജേ, ലക്ഷ്മണനെയും വിളിക്കുന്നു, സീതയെയും വിളിക്കുന്നു. രാമ ത്രിലോകാഭിരാമാങ്ക, ഈ 3 ലോകങ്ങളിലും ഇത്രയും സുന്ദരനായിട്ടുള്ള മറ്റൊരാളില്ല. അത്രയും സുന്ദരനായിട്ടുള്ള ഹാ രാമ മമ പ്രാണസമാന, എൻ്റെ പ്രാണനാണ് നീ പോയാൽ പിന്നെ ഞാനില്ല. മനോഹര, ദുഃഖിച്ച് ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞ് കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും. അപ്പോഴേക്കും സുമന്ത്രർ തേരു കൊണ്ടുവന്നു. ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരേറുക സീതേ, വിരവിൽ നീ. ആദ്യം സീതാദേവിയോട് കയറാൻ പറഞ്ഞു. നേരമിനി കളഞ്ഞിടരുതേതുമേ. അങ്ങനെ സുന്ദരി വന്ദിച്ച് തേരിൽ കരേറിനാൻ. ആ തേരിനെയും വന്ദിച്ചുകൊണ്ടാണ് തേരിൽ കയറുന്നത്. ഇന്ദിരാവല്ലഭനാകിയ രാമനും, ഇന്ദിരാവല്ലഭൻ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ശ്രീരാമനും മാനസേ ഖേദം കളഞ്ഞ് ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. അച്ഛനെ ഒന്നുകൂടെ വീണ് വണങ്ങി പ്രദക്ഷിണം ചെയ്തിട്ട്, അച്ഛനെ പ്രദക്ഷിണം ചെയ്തിട്ട് താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. കൂടെ ബാണ ചാപ അസി തൂണീരാദികളെല്ലാം, ബാണം, ചാപം, അമ്പ്, വില്ല്, അസി, വാള്, ഇവയൊക്കെ തൂണീരാദികൾ, ആവനാഴി, ഇതൊക്കെ എടുത്ത്
അങ്ങനെ തേരിൽ കരേറി ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രരും ആകുലാൽ, ലക്ഷ്മണൻ തേരിൽ കയറി സുമന്ത്രരും ആകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. അങ്ങനെ സുമന്ത്രരും വേഗം വന്ന് തേരിൽ തേരാളിയുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെ തേർ ഓടിച്ചുപോയി. നേരത്തെ ദശരഥ മഹാരാജാവ് ഭൂമിയിൽ വീണങ്ങനെ കരയുകയായിരുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ഭൂപനും നിൽക്കൂ നിൽക്കൂ എന്ന് ചൊന്നാൻ. പിറകെ ഓടിയിട്ട് നിൽക്കൂ നിൽക്കൂ, ഞാൻ ഒന്നുകൂടെ കാണട്ടെ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അത് കണ്ടപ്പോൾ രഘുനാഥൻ പറഞ്ഞു, ഗച്ഛ ഗച്ഛ, നിർത്തണ്ട, വേഗം പൊക്കോളൂ. കാരണം എത്ര നിർത്തിയാലും കാര്യമില്ല, കാണുന്തോറും സങ്കടം കൂടുകയല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല. അതുകൊണ്ടാണ് രഘുനാഥൻ പറഞ്ഞത്, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, നിർത്തണ്ട. വേഗാൽ അരുൾ ചെയ്തു, അതായത് ഗച്ഛ ഗച്ഛേതി വേഗാൽ, പെട്ടെന്ന് പെട്ടെന്ന് പോകൂ എന്ന് അരുൾ ചെയ്തിതു. അങ്ങനെ ആകെ നിശ്ചലമായിതു ലോകവും അന്നേരം. ആകെ ഒരു നിശ്ചലാവസ്ഥയാണ്. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധ അവധി പുരവാസികൾ എല്ലാവരും, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, ഇങ്ങനെ വേണ്ട എല്ലാ പുരവാസികളും താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ ആ തേരിന് പുറകെ ഓടുകയാണ്. തിഷ്ഠ തിഷ്ഠ പ്രഭോ, നിൽക്കൂ പ്രഭോ രാമ, ദയാനിധേ, ദൃഷ്ടിക്ക് അമൃതമായൊരു, ഞങ്ങളുടെ ദൃഷ്ടിക്ക്, ഞങ്ങളുടെ കണ്ണിന് അമൃതമാണങ്ങ്. അങ്ങനെയുള്ള ഒരു തിരുമേനി കാണായികിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, എങ്ങനെ ഞങ്ങൾ ഇനി ജീവിക്കും? ഞങ്ങൾക്ക് ആനന്ദം പകരുന്ന ഇനി എന്താ ഇവിടെ ഉള്ളത്? പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ, ഹാ കഷ്ടം, ഞങ്ങളുടെ പ്രാണനാണല്ലോ ആ പോകുന്നത്. ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. എല്ലാവരും ഇങ്ങനെ തേരിന്റെ പുറകെ ഓടുകയാണ്. മന്നവൻ താനും ചിരം വിലപിച്ചഥ ചൊന്നാൻ പരിചാരകന്മാരോടാകുല. തന്റെ പരിചാരകന്മാരോട് ദശരഥ മഹാരാജാവ് പറയുകയാണ്, എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. ഇനി എനിക്ക് കൈകേയിയുടെ മുഖം കാണാൻ വയ്യ, എനിക്കിനി കൗസല്യയുടെ കൂടെ നിന്നാൽ മതി. അതുകൊണ്ട് ശ്രീരാമന്റെ അമ്മയുടെ ഗൃഹത്തിൽ, കൗസല്യയുടെ ഗൃഹത്തിലാക്കൂ. രാമനെ വേറിട്ട് ജീവിച്ച് ഞാൻ ഇനി ഭൂമിയിൽ വാഴുന്നതില്ലെന്ന് നിർണയം. ഞാനിനി അധിക ദിവസം ഉണ്ടാവില്ല. ആ ഉള്ള ദിവസം എനിക്ക് കുറച്ചു നേരമെങ്കിലും, അതായത് കൈകേയിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദുഃഖം മാത്രമല്ല ദേഷ്യവും, ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എനിക്കിനി രാമന്റെ അമ്മയുടെ ഗൃഹത്തിൽ, കൗസല്യയുടെ ഗൃഹത്തിൽ ജീവിച്ചാൽ മതി. ഞാനിനി അത്ര കാലമൊന്നും ഉണ്ടാവില്ല, അത്രയും ദിവസമെങ്കിലും എന്നത് കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്ത് കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു. ദശരഥ മഹാരാജാവ് ഇടക്കിടെ മോഹാലസ്യപ്പെട്ടു വീഴുകയാണ്. പിന്നെ ഉണർന്ന് കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. കൗസല്യയുടെ സ്ഥിതിയും ഒട്ടും മോശമല്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. അങ്ങനെ രാത്രിയായപ്പോൾ തമസാ നദിയുടെ തീരത്ത് എത്തി. അന്ന് രാത്രി അവിടെ താമസിച്ചു. പാനീയ മാത്രം ഉപജീവനം ചെയ്തു. വെള്ളം മാത്രം കുടിച്ച് ജാനകിയോടും നിരാഹാരനായൊരു, ആഹാരമൊന്നും കഴിക്കാതെ വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിയിടിനാൻ. അങ്ങനെ ആ വെറും നിലത്ത് ആ വൃക്ഷത്തിന്റെ താഴെയായിട്ട് അവിടെ കിടന്നുറങ്ങി. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു. ലക്ഷ്മണൻ ഉറങ്ങിയില്ല. വില്ലും അമ്പും വില്ലും ഒക്കെ ധരിച്ച് അവിടെ അടുത്ത് തന്നെ അവർ ഉറങ്ങുന്നതിന് കാവല് നിന്നു. ഒപ്പം സുമന്ത്രരും കൂടെയുണ്ട്. അപ്പൊ സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് ആകുലാൽ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. പൗരജനങ്ങളും ചെന്നരികെ പൊക്കു. പുറകെ പോയ പൗരജനങ്ങളൊക്കെ അവിടെയുണ്ട്. ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയിക്കൂടായെങ്കിൽ
ഞങ്ങളുടെ കൂടെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ കാനനവാസം നമുക്കുമെന്നേ വരൂ, എങ്കിൽ ഞങ്ങളുണ്ട് കാട്ടിലേക്ക് എന്ന് മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. ഉറപ്പിച്ചിട്ടാണ്, അവർ രണ്ടും കൽപ്പിച്ചാണ് കൂടെ ഇറങ്ങിയത്. ഇങ്ങനെ പിന്നീട് ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റ് പൗരജനത്തിൽ പരിദേവനം കണ്ട്, പൗരജനത്തിന്റെ ആ ഒരു പരിദേവനമൊക്കെ കണ്ടിട്ട് ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. പിന്നീട് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലിവർ. രാവിലെ ആയാൽ ഉറപ്പായിട്ടും ഒന്നുകിൽ ഇവരും കൂടെ വരും, അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കില്ല. അപ്പോൾ കാര്യത്തിനും വരും വിഘ്നം. എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ടത് അത് തടസ്സം വരും, അതിന് തടസ്സം വരും. കാര്യത്തിനും വരും വിഘ്നം. എന്നാൽ ഇവർ ഖേദം കലർന്ന് തളർന്നുറങ്ങുന്നതു. അപ്പോ കുറച്ചു കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റപ്പോഴേക്കും പൗരജനങ്ങളൊക്കെ തളർന്നുറങ്ങുന്നതാണ് കണ്ടത്. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചത്, ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ. എല്ലാവരും തളർന്ന് ഉറങ്ങുകയാണ്, അത്രയും സങ്കടവും ഒക്കെ ആയതുകൊണ്ട് അവർ മതിമറന്നങ്ങ് ഉറങ്ങുകയാണ്. അതുകൊണ്ട് ബോധമില്ലാതെ ഈ ഉറങ്ങുന്ന നേരം നാം ഇപ്പോഴേ, നമുക്കിപ്പോ തന്നെ പോകാം. കാരണം രാവിലെ ആവാൻ നിൽക്കേണ്ട. കൂട്ടുക തേരെന്ന്, തേർ പൂട്ടുക. എന്നിട്ട് രാഘവൻ വാക്കുകൾ കേട്ട് സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയും. ഇവിടെ രാഘവന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് ലക്ഷ്മണനെയും ചേർത്താണ് പറയുന്നത്. കാരണം രഘുവംശത്തിൽ ജനിച്ചവൻ എന്ന് മാത്രമാണ് രാഘവൻ എന്ന വാക്കിനർത്ഥം. പക്ഷെ പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ മാത്രമാണ് സാധാരണ രാഘവൻ എന്ന് വിളിക്കാറ്. പക്ഷെ ലക്ഷ്മണനും രഘുവംശത്തിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രാഘവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാഘവന്മാരും സീതാദേവിയും തേരിലേറിയിടിനാർ. ഏതുമറിഞ്ഞില്ല, ആരും ഒന്നും അറിഞ്ഞില്ല. തേരിലേറിയിടിനാർ ഏതുമറിഞ്ഞില്ല. ആ പൗരജനങ്ങളൊന്നും അറിഞ്ഞില്ല. പൗരജനങ്ങൾ അന്നേരം അവരൊന്നും അറിഞ്ഞില്ല. മാത്രമല്ല ഇവരെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കുമല്ലോ ഇവിടേക്കാ പോയതെന്ന്. അപ്പോ അവർക്കൊരു തെറ്റിദ്ധാരണ വരുത്താൻ എന്നതുപോലെ സുമന്ത്രരും അയോധ്യാഭിമുഖം ഗമിച്ചിട്ട് കുറച്ചു നേരം അയോധ്യയ്ക്ക് അഭിമുഖമായിട്ട് തേരിനെ തെളിച്ചു. അപ്പൊ ആ തേരിന്റെ ചക്രം പോയ വഴി നോക്കിയിട്ട് അവരങ്ങനെ അങ്ങ് അയോധ്യയിലേക്ക് പൊയ്ക്കോളുമല്ലോ. പക്ഷെ തെറ്റെന്ന് തെക്കോട്ടു തന്നെ നടകൊണ്ടു. പക്ഷെ കുറച്ചു നേരം അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലാവാത്ത വിധത്തിൽ തെക്ക് ഭാഗത്തേക്ക് വീണ്ടും വന്നു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്ന് കരഞ്ഞ് അതികുണ്ഠിതന്മാരായി പുരിപുക്കുമേവിനാർ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് അവർ നോക്കുമ്പോൾ തേരിന്റെ ചക്രം അയോധ്യയിലേക്കാണ് കാണുന്നത്. അങ്ങനെ അവർക്ക് തോന്നി, ഞങ്ങളുടെ ആ ഒരു വിഷമമൊക്കെ മാനിച്ച് ശ്രീരാമചന്ദ്രൻ തിരിച്ച് അയോധ്യയിലേക്കായിരിക്കാൻ പോയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് അവർ പിന്നെ നോക്കാതെ നേരെ അയോധ്യയിലേക്ക് നടന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ തങ്ങളെ കൂട്ടാതെ ആ ദണ്ഡകാരണ്യവാസത്തിന് പോയിരിക്കുകയാണ്. അങ്ങനെ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്ന്. ഇനി വേറെ നിവൃത്തിയില്ല. അങ്ങനെ സീതാസമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ തന്നെ മനസ്സിൽ ചിന്തിച്ച് പുത്രമിത്രാദികളോടും ഇടചേർന്ന് ചിത്തശുദ്ധിയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ചിത്തശുദ്ധി കൈവന്നു. കാരണം ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ്. അങ്ങനെ മംഗലദേവതാ വല്ലഭൻ രാഘവൻ, മംഗലദേവത ലക്ഷ്മീ വല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും സ്നാനവും ചെയ്ത് സഹ അനുജനോടുകൂടെ ശൃംഗിവേര അവിദൂരെ. ശൃംഗിവേരം എന്ന ആ ഒരു രാജ്യത്തിന് കുറച്ച് ദൂരത്ത് മാത്രമായിട്ട്, അതായത് കുറച്ച് ദൂരം മാറിയാൽ ആ രാജ്യമായി ശൃംഗിവേരം എന്ന ആ ഒരു പുരമായി അവിടെ മരുവീടിനാൻ.
ദാശരഥിയും വിദേഹതനൂജയും ശിംശപാമൂലെ സുഖേന വാണിയിടിനാർ. അങ്ങനെ അവരാ ശിംശപാ വൃക്ഷത്തിൻ്റെ ആ ഒരു തണലിൽ അങ്ങനെ വിശ്രമിച്ചുകൊണ്ട് അവിടെ സുഖമായിട്ട് കഴിഞ്ഞു. ഓം ശ്രീ